പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതായത് മെയ് മാസം മുതൽ പാകിസ്ഥാന്റെ 4 യുദ്ധവിമാന വൈമാനികരെ കാണാനില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. ഈ വൈമാനികർ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമായും ചോദിക്കുന്ന കാര്യം. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വൈമാനികർ എവിടെ പോയി? പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വൈമാനികരെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? 4 വൈമാനികരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ എയർ മാർഷൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. AP സിംഗ് എയർ മാർഷലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ളതാണ്. അതായത് പാകിസ്ഥാൻ്റെ 5 യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇപ്പോൾ AP സിംഗ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 5 വിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയാൽ ഈ 5 വിമാനങ്ങൾ ഉണ്ടായിരുന്ന പൈലറ്റുമാർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഈ പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ചോദ്യത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായില്ല. അതേസമയം പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. മെയ് മാസം മുതൽ അവിടെയുള്ള 4 വൈമാനികരെ കാണാനില്ല എന്നുള്ളത്. എന്തായാലും ഓഗസ്റ്റ് 9 ബംഗളൂരുവിൽ നടന്ന LM ഖത്രെ പ്രഭാഷണത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപരിതല വിമാന മിസൈൽ സംവിധാനം 5 പാകിസ്ഥാൻ വ്യോമസേന യുദ്ധവിമാനങ്ങളെയും ഒരു AEWC എലിന്റ് എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളെയും വെടിവെച്ചിട്ടതായിട്ടാണ് എയർ ചീഫ് മാർഷൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ലൈഡ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിവരങ്ങൾ നൽകി. പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാനിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും അദ്ദേഹം അതിൽ കാണിച്ചു. ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ അദ്ദേഹം നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന വലിയ കോളിളക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 300 കിലോമീറ്റർ അകലെ നിന്ന് AEWC വിമാനങ്ങളെ ലക്ഷ്യമിട്ട് S-400 മിസൈൽ സംവിധാനം ഈ ആക്രമണങ്ങളിൽ ഉപയോഗിച്ചതായും സിംഗ് പറയുന്നുണ്ട്. ഭീകരരുടെ ഒളിത്താവളങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 26 നിരപരാധികൾ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7 നടന്ന സൈനിക നടപടിയിൽ ഇന്ത്യ 9 ഭീകരരുടെ ഒളിത്താവളങ്ങൾ ആക്രമിക്കുകയും 100-ലധികം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.